ഹലോ ഡിയേഴ്സ്. അപ്പോൾ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ശ്യാമ മാഡം CSRനെ ഫോണിലൂടെ സംസാരിക്കുന്നതാണ്. അപ്പം ശ്യാമ മാഡം CSRനോട് ചോദിക്കുകയാണ്, സാർ നമ്മുടെ രാധിക മോളുടെ കൊലയാളിയെ പറ്റി, രാധിക മോളെ പിൻപറ്റുന്ന കൊലയാളിയെ പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ CSR പറയുന്നുണ്ട്, CCTV ഫുട്ടേജിൽ കൊലയാളിയുടെ രൂപം കിട്ടിയിട്ടുണ്ടെങ്കിലും മുഖം മറച്ചിരിക്കുന്നു, എന്നാൽ മുഖം വ്യക്തമല്ല എന്ന് CSR പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ മാഡം വീണ്ടും തിരികെ പറയുകയാണ്, മുമ്പ് നമ്മൾ ഹോട്ടലിൽ താമസിച്ചിരുന്ന സമയത്തും ഈ CCTV ഫുട്ടേജ് ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും CSR പറയുന്നുണ്ട്, വരുണും രാധികയും എപ്പോഴാണോ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയത് അപ്പോഴും ആണ് ഈ കൊലയാളിയും കൂട്ടരും അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്യാമ മാഡം തിരികെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അപകടം അവരുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലേ സർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ മാഡം, അപകടം അവരുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് ഞാൻ വണ്ണിനെയും രാധികയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ അവർ കൊലയാളിയും കൂട്ടരും സഞ്ചരിച്ചിരുന്ന കാറും അതിൻ്റെ നമ്പറും ഫേക്ക് ആയതിനാൽ നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ മറികടക്കാൻ ഈ പ്രതിസന്ധി മറികടക്കാൻ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ശ്യാമ മാഡം തിരികെ CSRനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ CSR പറയുന്നുണ്ട്, കൊലയാളിയുടെ രൂപം കിട്ടിയിട്ടില്ലെങ്കിലും 1 മണിക്കൂറിന് മുമ്പ് എനിക്ക് ചെറിയൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്. കൊലയാളിയുടെ കൂടെയുള്ള ഒരാളുടെ രേഖ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാഡം ഒരു 2-3 ദിവസം എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ അതിലൂടെ കൊലയാളിയുടെ അടുത്തേക്ക് എത്താം എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് 2-3 ദിവസം സമയം ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമ മാഡം പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും എൻ്റെ അവസ്ഥ എൻ്റെ രാധിക മോൾക്ക് ഉണ്ടാവരുത്, അവൾക്ക് യാതൊന്നും പറ്റരുത് എന്നുള്ള രീതിയിൽ ശ്യാമ മാഡം സംസാരിക്കുന്നുണ്ട്. അപ്പം CSR പറയുന്നുണ്ട്, അറിയാം മാഡം, സ്വന്തം മകളുടെ മുമ്പിൽ ഒരമ്മയ്ക്ക് ഒന്ന് നേരിട്ട് നിൽക്കാൻ പോലും പറ്റാത്തതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് 2-3 ദിവസം കൊണ്ട് ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുകയാണ്. ശേഷം ശ്യാമ മാഡം തൻ്റെ ഏട്ടത്തിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഏട്ടത്തി പറയുകയാണ്, രാധിക മോൾക്കൊന്നും സംഭവിക്കില്ല, മുമ്പ് ആയുഷ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ രാധികയുടെ പിന്നാലെ എന്തെങ്കിലും ഉണ്ടായിരുന്നാലും അത് ആയുഷ് വഴി നമുക്ക് അറിയാമായിരുന്നു എന്നും പുള്ളിക്കാരി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ വരുണിൻ്റെ വീടാണ്. വരുണിൻ്റെ വീട്ടിൽ ഒരു പീഠത്തിലായിട്ട് ചിന്നുവിനെ ചമ്രം പണിഞ്ഞ് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് സുകുമാരി അമ്മ പ്രിയങ്ക ചോദിക്കുമ്പോഴേക്കും സുകുമാരി അമ്മ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മഞ്ഞ് തേക്കട്ടെ, നമുക്ക് മഞ്ഞ് തേക്കാം എന്ന് പറയുന്നുണ്ട്. ശേഷം ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നീ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരി അമ്മ പതിയെ പ്രിയങ്കയുടെ കയ്യിൽ മഞ്ഞൾ തേച്ച് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുന്നുണ്ട്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അപ്പോഴേക്കും കൽപ്പനയും ഉർവശിയും ഓടി അവിടേക്ക് എത്തുന്നുണ്ട്. ഇതെന്താ മുത്തശ്ശി എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സുകുമാരി അമ്മ പറയുകയാണ്, ഇത് ഗർഭിണികൾക്ക് ചെയ്യേണ്ടുന്ന ഒരു ചടങ്ങാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇവളുടെ അമ്മയും അച്ഛനും അത് ചെയ്യുന്നില്ല, എല്ലാവരും കൂടെ വരുണിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് എന്ന് സുകുമാരി അമ്മ പറയുന്നു. അപ്പോൾ പിന്നെ ഞാനെങ്കിലും ഇത് ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ വയലിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞാൻ ചെയ്യുന്നത് ദോഷമല്ലേ എന്ന് സുകുമാരി അമ്മ തിരികെ പറയുകയാണ്. അപ്പോൾ ഉർവശി ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞമ്മേ, ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഞങ്ങളോടും കൂടെ ഒന്ന് അറിയിക്കണ്ടേ, അപ്പോൾ ഞങ്ങളും ഇതിനോടൊപ്പം ചേരത്തില്ല എന്ന് ഉർവശി പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പന ഉർവശിയോട് പറയാണ്, എൻ്റെ ചെറിയമ്മേ, അതിനെന്താ, നമുക്കിപ്പോൾ അങ്ങ് കൂടിയാൽ പോരെ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ പത്മിനി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ പത്മിനിയെ കണ്ടതും ഉർവശി ദേ അമ്മ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ സുകുമാരി അമ്മ പറയുകയാണ്, അപ്പോഴേ നിങ്ങൾ മാറി നിൽക്കൂ, ക്രമപ്രകാരം ഇതൊക്കെ ചെയ്യേണ്ടത് അമ്മ തന്നെയല്ലേ, ക്രമപ്രകാരം അവൾ അമ്മയല്ലേ, അപ്പോൾ ഞാൻ എന്തായാലും പത്മിനിയെ കൊണ്ട് ചെയ്യിച്ചോളാം, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് സുകുമാരി അമ്മ പറയുന്നുണ്ട്.
ഇത് കേട്ടതും പത്മിനിയുടെ വരവ് കണ്ടുകൊണ്ട് ഉർവശിയും കൽപ്പനയും ഓടി വാതിലിൻ്റെ മറവിലേക്ക് ഒളിച്ചു നിന്ന് നോക്കുകയാണ്. ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് പത്മിനി ചോദിക്കുമ്പോൾ സുകുമാരിയമ്മ പറയുകയാണ്, അത് പ്രിയമോൾക്ക് ചെറിയ ചൊറിച്ചിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഗർഭിണിയായിരിക്കുന്ന കുട്ടിയല്ലേ, അപ്പോൾ ആ ചൊറിച്ചിൽ മാറ്റാനായിട്ട് ഞാൻ അല്പം മഞ്ഞൾ പുരട്ടി കൊടുക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പത്മിനി ചോദിക്കുകയാണ്, അതെന്തിനാ മഞ്ഞൾ പുരട്ടുന്നത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവൾക്ക് ചൊറിച്ചിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരു കാര്യം നീ ഈ മഞ്ഞളൊന്ന് തേച്ച് കൊടുക്കുക, ഞാൻ ചൂടുവെള്ളം നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരി അമ്മ അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും പത്മിനി ചോദിക്കുന്നുണ്ട്, അത് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വരാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സുകുമാരി അമ്മ പറയുകയാണ്, ആ കൊച്ചിൻ്റെ ദേഹത്തൊന്നും തൊടാൻ പോലും ആയുധമാണോ? നീ തന്നെയല്ലേ നിൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് കൈപിടിച്ച് കയറ്റിയത്? എന്നിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് അത് ഗർഭിണിയായി, അത് നിൻ്റെ മകൻ്റെ കുഞ്ഞാണ് എന്ന് അറിഞ്ഞിട്ട് കൂടിയും അതിൻ്റെ ശരീരത്തിലേക്ക് തൊടാൻ നിനക്ക് ആയുധമാണോ? ഇങ്ങനെയൊന്നും കാണിക്കരുത് പത്മിനി എന്നൊക്കെ പറഞ്ഞ് സുകുമാരി അമ്മ അവിടെ ഇമോഷണൽ സീൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടതും പത്മിനി പറയുകയാണ്, ഇനി ഞാൻ മഞ്ഞളിടാത്തത് കാരണം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വേണ്ട, ഞാൻ ഇട്ടേക്കാം എന്ന് പറഞ്ഞ് മഞ്ഞളിട്ട് കൊടുക്കുന്നത് കൊടുത്തു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഉർവശിയും കൽപ്പനയും അവിടെ നിന്നുകൊണ്ട് പരിഹസിച്ച് ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അപ്പോഴേക്കും ജയഭാരതി അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജയഭാരതി അമ്മ ഇത് കണ്ട് ചോദിക്കുകയാണ്, നീ ഇതെന്താ ചെയ്യുന്നത് പത്മിനി എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ചൊറിച്ചിലാണ്, അതുകൊണ്ട് മഞ്ഞളിട്ട് കൊടുക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജയഭാരതി അമ്മ പറയുകയാണ്, നീ ഇപ്പോൾ എന്ത് ആണ് ഈ ചെയ്യുന്നത് നിനക്ക് അറിയോ? സുകുമാരി നിന്നെ കൊണ്ട് മനഃപൂർവ്വം ആ ചടങ്ങ് ചെയ്യിപ്പിക്കുന്നതാണ്. അമ്മായി അമ്മ മരുമകൾക്ക് മഞ്ഞളിട്ട് കൊടുക്കുന്ന ചടങ്ങ് നിന്നെ കൊണ്ട് മനഃപൂർവ്വം വക്രബുദ്ധി ഉപയോഗിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നതും അത് കേട്ടുകൊണ്ട് സുകുമാരി അമ്മ പറയുന്നു, വക്രബുദ്ധി അല്ല ജയഭാരതി അമ്മയെ, ഇത് നേരെയുള്ള ബുദ്ധി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. ഈ സുകുമാരി അമ്മ ഒന്ന് തീരുമാനിച്ചാൽ അത് ചെയ്യാൻ അറിയാമെന്നും സുകുമാരി അമ്മ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊന്നും അറിയാത്തതുപോലെ ഉർവശിയും കൽപ്പനയും അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ മുത്തശ്ശിയുടെ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ സുകുമാരി അമ്മ പറയുകയാണ്, മക്കളെ, അവളുടെ അമ്മ നമ്മുടെ പ്രിയയ്ക്ക് മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണ് മക്കളെ എന്ന് പറഞ്ഞങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ജയഭാരതി അമ്മ പറയുകയാണ്, രണ്ടും കൂടെ ഒന്നും അറിയാതെയല്ല ഇങ്ങോട്ടേക്ക് പോയിട്ട് പുറന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളുടെ കളി എന്താണെന്നും അറിയാം. പക്ഷേ അവളെ കൊണ്ട് ഈ മഞ്ഞൾ തേപ്പിച്ചതിനുള്ള മറുപടി ഞാൻ തിരികെ എന്തായാലും ഇതിലൂടെ തന്നെ ഉടനെ തന്നെ തരുന്നുണ്ട് സുകുമാരി അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരി എന്നിങ്ങനെ ആക്കി പറയുന്നുണ്ട്. അപ്പോൾ പത്മിനിയും പറയുന്നുണ്ട്, ഞാനിതെന്തായാലും എൻ്റെ മനസ്സന്തോഷത്തോടുകൂടി ചെയ്താലേ, ഏത് അമ്മായിയമ്മയും മനസ്സന്തോഷത്തോടുകൂടി ചെയ്താലേ അതൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാവുകയുള്ളൂ. ഇത് ഞാൻ മനസ്സുകൊണ്ട് ശപിച്ച് ചെയ്യുന്നതാണ്, എൻ്റെ മനസ്സിൽ ഒരു സന്തോഷത്തോടും കൂടിയല്ല ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും സുകുമാരി അമ്മ എന്ന് വെച്ചിട്ട് പരിഹസിച്ചങ്ങ് വിടുകയാണ്. പത്മിനി അത് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ മിനിക്കും ജയഭാരതിക്കും ഇന്ന് കണക്കിന് കിട്ടിയതിൻ്റെ നാണക്കേടും ചമ്മലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് സുകുമാരി അമ്മ ഉർവശിയോടും കൽപ്പനയോടും പറഞ്ഞങ്ങ് പരിഹസിക്കുകയാണ്. ശേഷം സ്ക്രീനിൽ രാധിക ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഒരു കാറ് വരുന്നുണ്ട്. കാറിൽ കണിമംഗലം ഗ്രൂപ്പിൻ്റെ മുൻ മാനേജറായിരുന്ന ധർമ്മജനാണ് വരുന്നത്. അപ്പോൾ ഉടനെ അച്ഛനകത്തുണ്ട്, വരുണകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് രാധിക ഉടനകത്തേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ക്ഷണിച്ച് അവിടെ എത്തിയ ശേഷം അച്ഛനെയും വരുണിനെയും വിളിക്കുന്നുണ്ട്. ശേഷം അച്ഛനും ധർമ്മജനും കൂടെ ആയിട്ട് ധർമ്മജൻ്റെ റിട്ടയർമെൻറ്റിനെ പറ്റിയും പുതുതലമുറ വരുന്നതിനെ പറ്റിയും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയൊരാൾ വരുമ്പോൾ വരുണിൻ്റെ തോളിനൊപ്പം നിൽക്കുന്ന ഒരാൾ തന്നെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വരുണും അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ധർമ്മജൻ വരുണിന് കുറച്ച് സജഷനൊക്കെ വയ്ക്കുന്നുണ്ട്. പുതിയ ആളെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തായി സെലക്ഷനും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. പുതിയ ആളെ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ രാധികയോടുകൂടി ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് നിൽക്കുന്നത് തന്നെ തെറ്റാണ്, എന്നെ ഇതിലേക്കൊന്നും വലിച്ചഴക്കല്ലേ എന്ന് രാധികയും തിരികെ മറുപടിയായിട്ട് പറയുന്നുണ്ട്. ധർമ്മജൻ
പുതിയ മാനേജറെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ വരുണിന് കൊടുക്കുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് പുതിയ ആളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ധർമ്മജൻ അവിടെ ഉണ്ടാവണം എന്നും പറയുന്നുണ്ട്. അതോടുകൂടി അവർ സംസാരിച്ച് ധർമ്മജൻ ഇറങ്ങുകയാണ്. അപ്പോൾ ശേഷം കാണിക്കുന്നത് ഡൈനിങ് ടേബിളിൽ നിറയെ മുറുക്ക്, ഉണ്ണിയപ്പം, ഇങ്ങനെ പലതരത്തിലുള്ള അച്ചപ്പം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ചേക്കുന്നു. സുകുമാരി അമ്മ പ്രിയങ്കയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ പ്രിയങ്ക ചോദിക്കുന്നത് എന്താ അമ്മേ? അപ്പോൾ സുകുമാരി അമ്മ പറയുകയാണ് ഓരോ ചടങ്ങുകൾ നടത്തി തീർക്കാനുള്ള ഓരോ പാടേ എന്ന് പറയുമ്പോഴേക്കും കൽപ്പനയും ഉർവശിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇതെന്താ എവിടെയെന്ന് പറയുമ്പോഴേക്കും പറയുന്നുണ്ട് ഇത് ഇവളുടെ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പലഹാരങ്ങളെല്ലാം നിരത്തി വെച്ചേക്കുന്നത്. ഇത് ചടങ്ങനുസരിച്ച് അവളുടെ ഭർത്താവാണ് ഇതെല്ലാം അവൾക്ക് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് കൽപ്പന ചോദിക്കുമ്പോഴേക്കും സുകുമാരിയമ്മ പറയുന്നുണ്ട് അത് നിനക്ക് അറിയാൻ വകയില്ല, പക്ഷേ ഉർവശിക്ക് അറിയാമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉർവശി പറയുകയാണ് ആദ്യം ഭർത്താവെന്ന് അംഗീകരിക്കട്ടെ, ശേഷമല്ലേ പലഹാരം കൊടുക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും സുകുമാരിയമ്മ പറയുകയാണ് നീ നോക്കിക്കോ, ഞാൻ വരുണിനെ കൊണ്ട് തന്നെ അവൾക്ക് പലഹാരം കൊടുപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വരുണും രാധികയും പത്മിനിയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ വരുണ പത്മിനിയോട് ദേഷ്യപ്പെടുകയാണ് അമ്മേ ആഹാരം കഴിക്കാൻ വരുന്നതല്ലേ, ഇതെന്താ ഈ നിരത്തി വെച്ചേക്കുന്നത്, അമ്മയ്ക്കൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പത്മിനി മറുപടി പറയുകയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ മോനെ, ഇതുവരെ ഒന്നുമില്ല, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരി അമ്മ പറയുന്നുണ്ട് എന്താ നിങ്ങൾക്ക് അറിയത്തില്ലേ, ഗർഭിണിയായ ഒരു കുട്ടി അവൾക്ക് ഇഷ്ടമായിട്ടുള്ള പലഹാരങ്ങൾ വേണമെന്ന് പറഞ്ഞു, ഞാൻ കൊടുത്തു, അതൊരു ചടങ്ങാണ്, അതെടുത്ത് കൊടുക്കേണ്ടത് അവളുടെ ഭർത്താവിൻ്റെ കടമയാണ്. വരുമോനെ അതിൽ ഒരെണ്ണം നീ എടുത്ത് കൊടുത്താൽ അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്താൽ മതി, ബാക്കി ഞാൻ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി അവളുടെ ഇഷ്ടപ്രകാരം ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വരുണ് ദേഷ്യത്തോടെ ഇവളെ ഇന്ന് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ നോങ്ങുകയാണ്. അപ്പോഴേക്കും സുകുമാരി അമ്മ ഓടിപ്പാഞ്ഞ് വരുണിനോട് ദേഷ്യപ്പെടുകയാണ് എന്താടാ നിനക്ക് ഞങ്ങളെ അടിക്കണോ, എന്താടാ നിനക്ക് കയ്യേറ്റത്തിന് ശ്രമിക്കണോ, ഞാനൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ പരാതിപ്പെടേണ്ടവരുടെ പോയി പരാതി പറയാടാ, സുകുമാരി അമ്മയ്ക്ക് അത് അറിയാമടാ എന്നൊക്കെ പറഞ്ഞ് സുകുമാരി അമ്മ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ വരുണും ഇവരോട് ഭയങ്കര ദേഷ്യം കാണിച്ചുകൊണ്ട് അക്രമശക്തനായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും രാധികയും പത്മിനിയും ജയഭാരതി അമ്മയും എല്ലാം വരുണിനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് കൽപ്പനയും ഉർവശിയും കൂടെ ഇപ്പം കണ്ട് പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.